കിടന്ന് അലക്കാതടി വേണുമ്പിളെ. ഞാനിവിടെ ഒരു കാര്യത്തിന് വന്നല്ലേ. ആ ചെക്കനിങ് വരണ്ടായിരുന്നു. ഞാൻ പണിക്കാർക്ക് കഞ്ഞി ഉണ്ടാക്കി. ആ ഗോപാലിന് ഇപ്പൊ അങ്ങോട്ട് വരും. പറഞ്ഞത് ശരി. നീ അങ്ങ് എത്തിയില്ലേ? എന്നെ മനസ്സിലായ? ഞാൻ ഫോൺ വിളിച്ചെങ്കിലല്ലേ? അതന്നെ. നിന്റെ അച്ഛനൊക്കെ സുഖം തന്നെയാ? അച്ഛൻ സുഖമായിരിക്കുന്നു. ഞാനും നിന്റെ അച്ഛനും പണ്ട് വിക്ടോറിയ കോളേജിൽ ഒരുമിച്ച് പഠിച്ചത്. ഒരു ആൻഡ്രോസ് കൂടി ഉണ്ടായിരുന്നു, അങ്ങ് തെക്കന. അവൻ പഞ്ചാബില് റെയിൽവേയിലൊക്കെ ആയിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് തിരുവനന്തപുരത്താ, കൊല്ലത്ത് എവിടെയായിരുന്നു. നിന്റെ അച്ഛൻ അങ്ങ് തഹസിൽദാരെ. ആയ കാലത്ത് കാരണവന്മാർ ഒരുപാട് സ്ഥലം മേടിച്ചിട്ടുണ്ട്. വേറെ പണിക്കൊന്നും ഞാൻ പോയി. ആളെ കുറച്ച് തെങ്ങും കൃഷിയൊക്കെ ആയിട്ട് ഞാനങ്ങ് പോകുന്നു. അല്ല, അച്ഛൻ ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് എറണാകുളത്ത് തന്നെ അല്ലേ? എറണാകുളത്ത് തന്നെയാ, കളമശ്ശേരിയില്ല. 2 ആഴ്ച മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ അച്ഛൻ. ഭാസ്കര, മോൻ നിന്റെ നാട്ടിലേക്ക് വരുന്നുണ്ട്, ഒരു വീട് ശരിയാക്കണം പറഞ്ഞു. അവൻ പറഞ്ഞ എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ? തറവാട്ടിലൊരു 10,000 രൂപ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ആടെ പണിക്കാരും ബഹളമൊക്കെ ആയിട്ട് അതൊന്നും നിന്നെ പോലുള്ളതിന് പറ്റില്ല. അങ്ങനെ ഈ ഒരു വീട് നോക്കിയത്. ഈ വീട് ആരുടെ ഞങ്ങളെ? അത് ഈ നാട്ടുകാരൻ്റെ തന്നെയാണ്. കുറച്ച് കാലം മുമ്പ് ഈ നാട്ടിൽ നടക്കാൻ പറ്റാത്ര സംഭവം. അതിന്റെ പിറ്റേന്ന് ഇവരെല്ലാം കൂടി ആരോടും പറയാണ്ടങ്ങ് പോയതാ. പോകുന്ന സമയത്ത് ഇവരൊരു കുടുംബക്കാരുണ്ട്, ഒരു ദിനേശൻ, ഇവിടുത്തെ മെമ്പറാ. അവൻ്റെ താക്കോൽ കൊടുത്ത് പോയതാ. ആരെങ്കിലും വന്ന് ഈ വീട് വിൽക്കാൻ വേണ്ടി. ഇതുവരെയായിട്ട് ആരും വന്നില്ല. അപ്പൊ ഞാൻ അവരോടൊന്ന് താക്കോൽ മേടിച്ച. ഞാൻ പറഞ്ഞ അവനെ അനുസരിക്കാണ്ടിരിക്കാൻ പറ്റില്ലേ? എന്തായാലും നീ ഇപ്പൊ ഇവിടെ എത്ര മാസം ഉണ്ടാവും? കൂടിപ്പോയി 1 മാസം. 1-2 മാസം ഇരുന്നോ? ആരും ഇല്ലാത്ത വീടല്ലേ. 2 കൊല്ലമായിട്ട് അടച്ചിട്ട വീടാണ്. എന്നാലും 2 പണിക്കാരെ വിട്ട് അടിച്ച് തുടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ആളെ വെക്കണോ? ഇല്ലെങ്കിലേ ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം, ഡയറ്റിങ്ങില്ല. അത് നന്നായി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ സാധനവും അവിടെയുണ്ട്, ഒന്നും കൊണ്ടുപോയില്ല. മോനെന്താ വേണ്ട ചേച്ചേ? പറമ്പിൽ കുറച്ച് പണിക്കാരുണ്ട്, കണ്ണ് തെറ്റിയാ കള്ളപ്പണി ചെയ്യും. അപ്പൊ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി ഞങ്ങളെ. അല്ല, മോൻ എന്തിനാ ഈ നാട്ടിൽ തന്നെ വീട് വേണം പറഞ്ഞത്? പഠിക്കാൻ വന്നതാണാ? ഞങ്ങളെ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലാണ്, ലൊക്കേഷൻ മാനേജർ. അപ്പൊ നമ്മുടെ അടുത്ത സിനിമയുടെ പ്രൊജക്ട് ഇതുപോലത്തെ ഒരു വില്ലേജ് വേണമെന്നാ ഡയറക്ടർ പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നത്. ലൊക്കേഷൻ കണ്ടിങ്. അത് നന്നായി. പുഴയും പറമ്പും കടലൊക്കെ ആയിട്ടേ നല്ല സ്ഥലം തന്നെയാ. എന്തായാലും നമ്മുടെ നാട് സിനിമയിൽ വന്നോട്ടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫോണിൽ വിളിക്ക്. ശരി ഞങ്ങളെ. അമ്മ, ഞാനിവിടെ എത്തി. താങ്ക് യു അമ്മേ. പിന്നെ അച്ഛനോട് ഒരു സോറി പറഞ്ഞേ. ഹലോ. ആരാണ്? ഞാൻ ഭാസ്കരേട്ടൻ പറഞ്ഞിട്ട് വരിക. ഇവിടെ 2-3 ദിവസമായി ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അപ്പൊ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് വന്നതാ. ഓ, ഭാസ്കർ അങ്കിൾ പറഞ്ഞാണല്ലേ. പിന്നെ കുടുംബമൊന്നും അല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അപ്പൊ തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണമെന്നില്ല, ഇവിടെ എനിക്ക് മാനേജ് ചെയ്യുന്ന പണിയേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ട്? ഒന്നില്ലെങ്കിൽ എന്റെ നാടല്ലേ, പിന്നെ എന്നെ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഞാൻ എന്റെ പണി തുടങ്ങട്ടെ. ഞാനൊന്ന് പുറത്തു പോവാണ്. അപ്പൊ തന്റെ പണി കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ വെച്ചാൽ മതി. അതൊക്കെ ഞാൻ ചെയ്തോളാം. ആർക്കും ഡൗട്ടൊന്നുമില്ല, സിനിമയുടെ ആശുപത്രിന്റെ വീട് വാടകയ്ക്ക് എത്തുന്ന പറഞ്ഞിരുന്നു. അതൊക്കെ ഞാൻ ഒപ്പിച്ചു, എന്റെ ഡ്യൂട്ടി അല്ലേ. എന്തായാലും 1 മാസം അതിൻ്റെ ഉള്ള ആളെ ഞാൻ കണ്ടെത്തിയിരിക്കും. ഞാൻ പിന്നെ വിളിക്കാം. എന്താ മാഷേ, ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? താനോ? എന്തു പറ്റി? ആകെ ഡള്ളാണല്ലോ. അല്ലോ, ഈ വീട്ടിലെ ആൾക്കാര് ശരിക്കും ഇവിടുന്ന് പോകാനുള്ള കാരണം എന്താ? ഇവിടെ അടുത്തൊരു വീടുണ്ടായിരുന്നു. അവിടെ അച്ഛനും അമ്മയും ചേച്ചി അനിയത്തിയൊക്കെ ആയിട്ട് ഒരു ചെറിയ കുടുംബം. പൈസ ഇല്ലെങ്കിലും അവർ നല്ല സന്തോഷത്തിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ റോഡിനപ്പുറം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ 5 ചെക്കന്മാര് ഇതിന്റെ വീടിന്റെ അടുത്തൊന്ന് താമസമാക്കി. ഒക്കെ ഏതൊക്കെയോ നാട്ടിലെ പിള്ളേരായിരുന്നു. കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് അവർ വന്നത് മുതല് ഇവർക്ക് പ്രശ്നം തന്നെയായിരുന്നു. ഒരു ദിവസം അച്ഛനും അമ്മയില്ലാത്ത സമയത്ത് ഈ ചെക്കന്മാര് കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് വീട്ടിലേക്ക് വന്ന് ആ ചേച്ചിനെയും അനിയത്തിനെയും കുട്ടികൾ പേടിച്ച് ഇക്കാര്യം ആരോടും പറയാതെ അച്ഛനും അമ്മയും വരുന്നവരെ പിടിച്ചു തന്നു. പക്ഷെ അതുകൊണ്ടൊന്നും തീർന്നില്ല. ഇക്കാര്യം പുറത്ത് ആരോടെങ്കിലും പറയുമെന്ന് വിചാരിച്ച് ആ ചെക്കന്മാര് ആ രാത്രി പിന്നെയും വന്നു. പൈസ കൊടുത്ത് ഒതുക്കി തീർക്കാൻ അവർ കുറെ നോക്കി. പക്ഷെ സ്വന്തം മക്കളോട് ഇങ്ങനെ ചെയ്ത അവന്മാരോട് ആ അച്ഛനും അമ്മയും ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ആ ചെകുത്താന്മാര് ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കി. ഇത്ര വലിയ സംഭവം നടന്നിട്ടും ഇതിന്റെ കേസ് എങ്ങനെ പിന്നെ ഒതുക്കി തീർത്തേ? ഇവരുടെ നീതിക്ക് വേണ്ടി ഈ നാട്ടുകാരൊക്കെ ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. പക്ഷെ അവര് പൈസയുള്ള ടീമല്ലേ സാറേ. പോലീസുകാർക്കും നാട്ടുകാർക്കൊക്കെ പൈസ കൊടുത്ത് അവരതങ്ങ് ഒതുക്കി തീർത്തു. അവസാനം കടം താങ്ങാൻ വയ്യാതെ ഒരു കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്തെന്ന് റിപ്പോർട്ടും വന്നു. അതൊക്കെ കഴിഞ്ഞ കഥ. പക്ഷെ ഇപ്പൊ ആരോ ഈ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞിട്ട് CBIക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്.
അതാരാന്ന് കുട്ടിക്കറിയോ? അതാരാണെന്ന് ഇവിടുത്തെ ആർക്കും അറിയില്ല സാറേ. അഥവാ അറിഞ്ഞാൽ തന്നെ അയാളിനെ അവന്മാരില്ലാതാക്കും. ഇപ്പൊ ഈ കംപ്ലൈന്റ് കൊടുത്തത് ആരാന്ന് അറിയാൻ വേണ്ടി അവന്മാരേതോ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയിട്ടുന്ന നാട്ടില് ചെറിയൊരു സംസാരം കേൾക്കുന്നുണ്ട്. ആ സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെയാ ഈ വീട്ടിൽ എല്ലാവരും ഇവിടുന്ന് പോയത്. ഇതുമായിട്ട് എന്തോ അവർക്ക് ബന്ധമുണ്ട്, അല്ലാതെ ഇങ്ങനെ ചെയ്യില്ലല്ലോ. എന്നാ ശരി സാറേ, ഞാൻ പോട്ടെ. നിങ്ങളാരും പറയാണ്ട് പിന്നെ എങ്ങനെയാ ഞാൻ വരുന്ന ഇവരാ പെണ്ണറിഞ്ഞത്? നോക്ക്, ഒന്നാമത് ഈ നാട്ടുകാർ നിങ്ങളെ കൈ കിട്ടാൻ കാത്തിരിക്കുക. നിങ്ങളെ സഹായിക്കാനും ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ പോലും ബാക്കിയുണ്ടായില്ല. ബാക്കിയുള്ളവരൊന്നും പറഞ്ഞേക്ക്. ഒന്നാമത് ചെയ്യുന്ന ചെറ്റത്തര. എന്തായാലും എൻ്റെ ആദ്യത്തെ കേസ് ഈ ജയിച്ചേ പറ്റൂ. സാറേ 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 ഒന്ന് വേഗം വാ സാറേ. എന്താടോ? സാറേ, അമ്മയ്ക്ക് ആസ്മന്റെ അസുഖമുണ്ട്. ഇപ്പൊ ശ്വാസം എടുക്കാൻ കിട്ടുന്നില്ല. അവിടെ ആരുമില്ല സാറേ, ഒന്ന് വേഗം വരൂ. എന്റെ അമ്മ ഒന്ന് വാ സാറേ, പ്ലീസ്. അങ്ങോട്ട് വിടോ, ഞാൻ പറ. ഹലോ, എടാ ഒച്ചനെ, നീ വീടും തുറന്നിട്ട് എവിടെ പോയി കിടക്കേടാ? അങ്കിള് പണിക്ക് വീട്ടിലെ അവന്റെ അമ്മയ്ക്ക് എന്തോ അസുഖം വന്നിട്ട് ഞാൻ അവര് വീട്ടിലേക്ക് വന്നതാ. അങ്കിള് പെട്ടെന്ന് ഇങ്ങോട്ടൊരു വണ്ടി അയക്കുവോ? ഞാൻ പണിക്ക് വിട്ടുന്നാ? ആരെ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്കിള് പറഞ്ഞാണോ പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഒരാഴ്ചയായിട്ട് അവിടെ ജോലിക്ക് വരുന്നുണ്ടല്ലോ. പെൺകുട്ടിയാ? അവളെ പേരെന്താണ്? പേര് ഞാൻ ചോദിച്ചില്ല അങ്കിളെ. അന്ന് അതിന്റെ വീട് എവിടെയാണെന്ന് പറയടാ. എന്റെ പേരും പറഞ്ഞ നിന്നെ പറ്റി ആരാന്ന് എനിക്കറിയണല്ലോ. നമ്മുടെ പുഴയടുത്തുള്ള ആ ഒറ്റപ്പെട്ട വീട്ടിലെ അങ്ങോട്ട് ആ കുട്ടി ഓടിക്കേരിയേ. മോനെ, നീ ആ വീട്ടിൽ കയറല്ലേ. ദുർമരണങ്ങൾ നടന്ന വീടാ. അതിനുശേഷം നാട്ടുകാരും അങ്ങോട്ട് പോകാറില്ല. കരച്ചിലും ഒച്ചപ്പാടും ആരെയൊക്കെ കാണുന്നുണ്ടെന്നാ പറയുന്നത്. മോനെ, അവിടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ. Mm-hmm.